ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ ഒരു ഭക്തി വളരെ പ്രശസ്തമാണ്. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ പോയി തൊഴുത് കണ്ണന്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. എല്ലാ 1-ാം തീയതിയും അദ്ദേഹം പോകുമ്പോഴുള്ള ആ വാഹന വ്യൂഹവും ഒക്കെ വളരെ പ്രശസ്തമാണ്. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതികൂലമായിട്ട് സംഭവിക്കുമ്പോൾ ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അന്ന് ഇത്രയും മീഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് പൂങ്കുന്നം തൊട്ട് ഗുരുവായൂർ വരെയുള്ള ആ ഒരു 2 വരി പാത അത് വളരെയധികം കാലങ്ങളായിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് ആണെങ്കിൽ തീരുന്നില്ല. പുഴയ്ക്കലിലെ ബ്ലോക്ക് കേരളം മുഴുവൻ പ്രശസ്തമാണ്. കോഴിക്കോട്ടേക്കുള്ള ഒരു പ്രധാന പാതയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ അച്ഛനെ കണ്ടു പഠിച്ച ഒരാളെന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ ഉടനടിയുള്ള ഒരു ആക്ഷൻ പ്ലാനുകൾ BJP സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അയ്യോ, കാരണം ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോണ ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രാഫിക് ബ്ലോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റോട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. പിന്നെ റോഡുകൾ എനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ ഒരു മാസം കേരളത്തിൽ വന്ന് നിൽക്കുന്നു ഈ റോഡുകൾ മൊത്തം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ അവരുടെ ഒരു സഹായം കൂടി ആവശ്യം. നമ്മൾ ഒറ്റ ആൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അവരുടെ ഒരു സഹകരണം വേണം നമുക്ക്. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൂടി ഉണ്ടെങ്കിലാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കേന്ദ്രം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇവിടുത്തെ ആൾക്കാരും കൂടി നമ്മുടെ കൂടെ നിൽക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് പല കാര്യങ്ങളിലും തടസ്സമിടാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മുടെ കൂടെ നിന്നാലേ എനിക്ക് നാളെ ഇത് ഗുണമാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് ഗുണമാണ്, ജനങ്ങൾക്ക് ഗുണമാണ്. ഇതെല്ലാം അവരാ മനസ്സിലാക്കേണ്ടത്. അവർ ഞാനിനി 5 കൊല്ലത്തേക്ക് എന്നെ ആരും തൊഴിലില്ലല്ലോ എന്ന് പറഞ്ഞാൽ നടന്നാൽ ഇതൊന്നും നടക്കില്ല. അല്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താങ്കളും സഹോദരനും 2 പാർട്ടികളാണ്, 2 ചേരികളിലാണ്. അപ്പോൾ കുടുംബത്തിലെ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുന്ന നിമിഷങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? രാഷ്ട്രീയം വേറെ ആയിട്ട് കാണാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. ആദ്യമൊക്കെ കുറച്ച് ഒരാൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരേ ചോരയല്ലേ, എത്ര കാലം നമ്മൾ മിണ്ടാതിരിക്കും. അതുകൊണ്ട് മിണ്ടും സംസാരിക്കൊക്കെ ചെയ്യും.